എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാണേറെ പീരിഷത്തിൽ ചൊല്ലിടുന്നു വസ്സലാം. ഞങ്ങൾക്കെല്ലാം സുഖമാണിവിടെ എന്ന് തന്നെ എഴുതിടട്ടെ. മാറുനാട്ടിൽ നിങ്ങൾക്കും അതിലേറെ ക്ഷേമമാണെന്ന് കരുതി സന്തോഷിക്കട്ടെ. എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ നൂറുണ്ട്, എഴുതുകയല്ലാതെ വേറെന്ത് വഴിയുണ്ട്. എൻ മിഴികൾ തൂകും കണ്ണുനീരതു കണ്ട് എൻ കരൾ വേദന കാണുവാനാരുണ്ട്. എങ്ങനെ ഞാൻ പറയും എല്ലാം ഓർത്ത് എന്നെന്നും ഞാൻ കരയും. ഉടനടി അതിൻ്റെ അടിയിലൊരു വരി വിട്ടു വെക്കണം. ഉടനടി കത്തിന് വിട്ടിട്ടുണ്ടായിരുന്നു. എന്നെന്നും ഞാൻ കരയും ഈ കത്തിന് ഉടനടി ഒരു മറുപടി തന്ന് സങ്കടം തീർത്തിടണേ. ഇടയ്ക്കിടെ എന്നെയും ഓർത്തിടണേ. മതിവിധു നാളുകൾ മാറോടണയ്ക്കുന്നു, മലരണി രാത്രികൾ മഞ്ഞിൽ കുളിക്കുന്നു. മണിയറക്കട്ടിലോ മാടി വിളിക്കുന്നു. എങ്ങനെ ഞാൻ ഉറങ്ങും? കിടന്നാലും എങ്ങനെയുറക്കം വരും? ഉറങ്ങിയ മധു പകർന്നിടും പുതു പുതു സ്വപ്നം കണ്ട് ഞെട്ടിയുണരും. തലയിണ കൊണ്ട് കെട്ടിപ്പുണരും. 2-4 വർഷം മുമ്പ് നിങ്ങൾ വന്നു, 8-10 നാളുകൾ മാത്രം വീട്ടിൽ നിന്നു. അതിലുണ്ടായൊരു കുഞ്ഞിന് 3 വയസ്സായിന്ന്. അവനൊന്നും ചോദിക്കും ബാപ്പായെ വീടെന്ന്, ഓടിച്ചാടി കളിക്കും. മോൻ ബാപ്പാനെ മാടി മാടി വിളിക്കും. അത് കാണുമ്പോൾ ഉടഞ്ഞിടും നെഞ്ച് പിടഞ്ഞിടും പൂങ്കുഞ്ഞി പൈതലല്ലേ. ആ മുഖം കാണാൻ പൂതി നിങ്ങൾക്കുമില്ലേ? നിങ്ങൾ ഞാൻ പറയുന്ന പാട്ട്